ജില്ലയിലെ വിധവകളുടെ സംഘടനയായ ശരണ്യ കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗം ബാലുശ്ശേരിയിൽ നടന്നു. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് വി.കെ. അനിത ഉദ്ഘാടനം ചെയ്തു. പരസ്പരം താങ്ങായും തണലായും നിന്ന് ശരണ്യ കൂട്ടായ്മ ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തനം ആരംഭിക്കാൻ പൊതുയോഗത്തിൽ തീരുമാനിച്ചു. ജീവിത പങ്കാളി വിടവാങ്ങിയതോടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ വനിതകൾക്ക് ആശ്രയമായാണ് കോഴിക്കോട് ജില്ലയിൽ ശരണ്യ കൂട്ടായ്മ രൂപീകരിച്ചത്. ശരണ്യ കൂട്ടായ്മ കോഴിക്കോടിന്റെ വാർഷിക പൊതുയോഗമാണ് ബാലുശ്ശേരിയിൽ സംഘടിപ്പിച്ചെന്ന് ശരണ്യ സെക്രട്ടറി ജെസി ബാബു പറഞ്ഞു. തങ്ങൾക്ക് സംഘടന എന്നും താങ്ങും തണലുമായി മാറിയിട്ടുണ്ടെന്ന് ശരണ്യയുടെ സജീവ പ്രവർത്തകയായ ഗീത മങ്ങാടും ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയപ്പോൾ ശരണ്യയുടെ സഹായം ലഭിച്ചെന്ന് പുഷ്പയും പറഞ്ഞു. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ശരണ്യ വാർഷിക പൊതുയോഗം പ്രസിഡന്റ് വി.കെ. അനിത ഉദ്ഘാടനം ചെയ്തു. ലോൺ വാങ്ങാനാവും അതെങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേരേണ്ടത് എന്ന് ചോദിച്ച സമയത്താണ് എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് നമ്മളോട് കാര്യങ്ങൾ തീർത്ത ഒരു പാർട്ടിയാണ് ജെസിയുടെ അപ്പുറം. അങ്ങനെയാണ് ജെസിയായിട്ട് കണ്ടുമുട്ടുന്നതോ ആ കാര്യങ്ങൾ തമ്മിൽ നിങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്, ജീവിതത്തിൽ പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു പോയ സാഹചര്യത്തിൽ അവരെ കൈപിടിച്ച് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇങ്ങനെ ഒരു കൂട്ടായ്മ ശരണ്യ കൂട്ടായ്മ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഓഫീസ് MLA-യുടെ ആ ഒരു ഓഫീസിന്റെ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു ഓഫീസ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരണ്യ കൂട്ടായ്മ പ്രസിഡന്റ് ശോഭ ഒറവിൽ അധ്യക്ഷയായി. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിജിൽ രാജ്, ബാലുശ്ശേരി എംപ്ലോയ്മെന്റ് ഓഫീസർ സജീഷ് CK, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ബ്യൂറോ അമ്മാർട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സഖി വൺ സ്റ്റോപ്പ് സെന്റർ അർച്ചന R, ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ അയോണ ജോർജ് എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. പരസ്പരം താങ്ങായും തണലായും നിന്ന് ശരണ്യ കൂട്ടായ്മ ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തനം ആരംഭിക്കാൻ പൊതുയോഗത്തിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി.